വർഗീയതയായിട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പം ചെറിയ ചെറിയ സഹകള് പിന്നെ പിന്നെ ഇങ്ങനെ തുടച്ചതാണ്. പഴയ കാലത്ത് അങ്ങനെയൊന്നുമില്ല, ഒക്കെ ഒന്ന് തന്നെ. ഇപ്പോൾ ബഷീർ ഞാനൊക്കെ ഒരു പായ തന്നെ കടന്നിരുന്നത് മുക്കാട്ടേക്ക് പറയാ. ഒന്നായിട്ട് ഞങ്ങളൊരു പായിട്ടിട്ട് ഒന്നായിട്ട് കുട്ടികളൊന്നായിട്ട് നിരക്കനെ കിടക്കും. പിന്നെ അതേമാതിരി പശുക്കളെ ഇതൊക്കെ ഈ വിൽക്കാൻ കാലത്തേ ഈ പശുക്കളെ പിന്നെ ഈ വള്ളണ്ടി ഇടുക എന്ന് പറയും. ഈ പിന്നെ അണ്ടി ഉറത്തിട്ടിട്ട് വെളുക്കാൻ കാലത്തൊക്കെ പോയി പെറുക്കും ഞങ്ങൾ രാവിലെ. കുറേ കന്നുകൾ മേഞ്ഞ് പിന്നെ രാത്രി വന്നിട്ട് കിടക്കും. പിന്നെ അപ്പോൾ രാവിലെ ചെന്നാൽ ചില ഇടത്തൊക്കെ ഈ അണ്ടി ഉറത്തിട്ടിട്ടുണ്ടാവും. അതേമാതിരി റോട്ട് കൂടി മൂച്ചകളൊക്കെ ഉണ്ടാവും, മാങ്ങ പെറുക്കാൻ പോവും. അങ്ങനെ ഉണ്ട്. പിന്നെ ഒരു ദിവസം പിന്നെ പറഞ്ഞേ ഞാനും കരിമന കുഞ്ഞമ്മത് കൂടി ഈ തജത്താത്ത മരിച്ചത് പറയാൻ പോയി മങ്കടക്കേ. അന്ന് നടന്നു പോകണം. അതിൽ അതുള്ള കുട്ടി പിന്നെ അമാനത്തെ അതുള്ള കാക്കി പൂലാജിൻ്റെയൊക്കെ പിന്നെ വല്യമ്മമാരാണേ. അതിലവിടെ ചെന്നിട്ട് എന്താട്ടി പിന്നെ അവിടെ ചെന്നിട്ട് മരിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു പാത്രത്തിൽ തന്നെ 2 കയ്യിലിട്ടാന്ന് കഞ്ഞി വിളമ്പി തന്നു അവിടുത്തെ താത്ത. അതുപോലെ ആരാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരു പാത്രത്തിൽ തന്നെ കുടിക്കുന്നത് 2 കയ്യിലിട്ടിട്ട്. അതിൽ എന്നോട് ചോദിച്ചേ പിന്നെ ഞാനാരാ കുഞ്ഞാമാക്കാനോട് ഇങ്ങനെ ചോദിക്കുകയാണ് താത്ത. അപ്പോൾ ഓൻ കാപ്പിലില്ല എന്ന് പറഞ്ഞു. ആരെ മകൻ ഞാനറിയാത്ത കുട്ടിയതാന്നൊക്കെ ചോദിച്ചാൽ പോലെ ഞാൻ വല്ല മൂല്യരുത്തിന്നാണ് ഇങ്ങനെ പറയണം. അതിൽ കുഞ്ഞാമ്മ പറഞ്ഞു ആ പാറക്കുളത്തിൻ്റെ അവിടെ എല്ലാമാണ്. അപ്പോൾ ജാമിൻ്റെ മകനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനും തേട്ടിന്നറിയോ മുഹമ്മദ് കാക്കാൻ്റെ മകനാണെന്നാണ്. ഞങ്ങൾ കഞ്ഞി കുടിക്കല്ല. അപ്പോൾ ഇന്ത്യത്തെ ഒരു തർക്കിയൊക്കെ ഉണ്ട്. ഓല വിചാരം ഞാൻ മൂല്യമായിട്ട് പറയാ. എന്നാലും അന്ന് ഒരു ഭാഗത്ത് തന്നെ കുടിച്ചിരുന്നു. അന്നൊന്നും സോക്കടും കാര്യങ്ങളൊന്നും വരുമൊന്നുമില്ല. പിന്നെ ചെറിയൊരു കഞ്ഞി ഇതൊക്കെ. അങ്ങനെ ഓരോ കാരണന്മാരൊക്കെ ഇങ്ങനെ പിന്നെ ആസ്പത്രി കിടക്കുമ്പോൾ മുടിക്കുമ്പോഴൊക്കെ നമുക്കത് വലിയ ഈ സ്നേഹം. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വേണ്ടതൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്താൽ അങ്ങനെ ഇല്ലൊരു ടൈപ്പ് തന്നെ നമുക്ക് ആദ്യം തന്നെ മരുന്ന് അല്ലെങ്കിൽ കച്ചവടം ആയപ്പോഴെങ്ങനെ അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് ഓർമ്മ. മതസൗഹാർദ്ദത്തിൻ്റെ ആ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ. ഈ പിന്നെ നീർച്ച ഇപ്പോൾ ഞാൻ പിന്നെ കാപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ നമ്മളെ വീട്ടിൽ ഈ ഹിന്ദുക്കളെ പറഞ്ഞ വീട്ടിലൊക്കെ ഏത് കുട്ടികൾ പിന്നെ ജനിച്ചാലും മുഹമ്മ പോവും കാപ്പിൽ. അവിടെ പോയിട്ടുള്ളൂ പുറത്തേക്ക് പറഞ്ഞേക്കത്താളെ പഴയ തള്ളവരൊക്കെ. അതേമാതിരി സലാത്തിക്ക് എന്തെങ്കിലും കൊടുത്തിരുന്നു വ്യാഴാഴ്ചയൊക്കെ. പാല് പിന്നെ ഉണ്ടായാൽ പാൽ ആദ്യം കൊടുക്കും, പച്ചക്കറി എന്തെങ്കിലും ഉണ്ടായാൽ അത് കൊണ്ടേ കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു പഴയ കാലത്ത്. അപ്പോൾ ഇപ്പോൾ ഇത് മുടക്കൊന്നുമില്ല. പക്ഷെ ചില ഇപ്പോഴത്തെ തലമുറ ചെറിയ ചെറുക്കന്മാർക്ക് അത് ഏത് വായിച്ച് അവസാനം എത്തുകയാണെങ്കിലും പിന്നെ വ്യത്യസ്തമായിട്ടൊന്നും കാണില്ലേ. സ്നേഹം തന്നെയാണ് ദൈവം. സ്നേഹമായിട്ട് ആണ് കാണേണ്ടത്. അത് ഇപ്പോഴത്തെ മക്കൾക്ക് പിന്നെ എങ്ങനെ തോന്നില്ല. അല്ലെങ്കിൽ മാഷന്മാരോടും പിന്നെ അച്ഛനോടും അമ്മയോടും ഒന്നും കുട്ടികൾക്ക് ഒരു ബഹുമാനവും ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ പിന്നെ കുറച്ച് പ്രായമാകുമ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ക്ലാസ് കൊടുത്തിട്ട് എന്താണെന്നാവോ. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ അമൃതാനന്ദമഹി അമ്മല്ലേ, അമ്മ പിന്നെ അവിടെ ഈ പിന്നെ സേവനം ചെയ്യാനൊക്കെ അവിടെ ഞാൻ പോയിക്കൊണ്ടേ ഈ ചോറ് വെക്കാൻ പിന്നെ സപ്ലൈ ചെയ്യാൻ. പിന്നെ അതേമാതിരി അമ്മ എൻ്റെ അടുത്ത് എല്ലാ നേതാക്കന്മാരും വരുമല്ലോ. പിന്നെ അപ്പോൾ അമ്മയ്ക്ക് എന്നോടൊക്കെ പറഞ്ഞിരിക്കണം അമ്മേൻ്റെ കുട്ടിക്ക് പിന്നെ ബുദ്ധിമുട്ടുകൾ അല്ല വരില്ലാന്ന്. പിന്നെ അവിടെ ഈ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനും ഇതിനൊക്കെ സേവനം ചെയ്യാനൊക്കെ ഞാൻ പോയി. അപ്പോൾ ഇവിടെ ഉള്ള കുറേ ആൾക്കാരെ കൊണ്ട്, കാരണം ആത്മീയതയായിട്ടുള്ള ആൾക്കാരാണ് ഓല്. ഒരു പിന്നെ ആ നിലക്കാണ് ഓലെ കാണുന്നത്. കാരണം അത് അവിടെ ചെന്നാലുള്ളൂ മനസ്സിലാകുക. പിന്നെ ഇപ്പോൾ ഓരോ നല്ല ആൾക്കാരെ പറ്റിയിട്ട് എന്തെല്ലാം പറയണം, അത് പറയുന്നവരുടെ അങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ അമ്മയ്ക്കിപ്പോൾ എല്ലാ ലോകത്തു കൂടി ഇങ്ങനെ പോകേണ്ടത് തന്നെയാണ്. പിന്നെ ചരിത്രമൊക്കെ വായിക്കുകയാണെങ്കിൽ പിന്നെ കുറേ നല്ല കാര്യങ്ങൾ സേവനം ചെയ്യുന്നുണ്ട്, വരുന്നതുമായി ഇതുകൊണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം ഈ മഞ്ചേരി ആശ്രമത്തിലെ പിന്നെ അവിടെ അമ്മേൻ്റെ ആശ്രമം കൊണ്ടു നടക്കണ ഒരു അമ്മ ഇവിടെ വീട്ടിലൊക്കെ വന്നിട്ട് പിന്നെ ഒരു നല്ലത് പറഞ്ഞു കൊടുക്കുള്ളൂ ഇല്ല. പിന്നെ എങ്ങനെ പിന്നെ
വേറെ വേണ്ടാത്ത എല്ലാവരും ഉണ്ടല്ലോ അവിടെ, എല്ലാ കുട്ടികളും ഉണ്ട് ഓരോ കോളേജിലും ഇതിൽ കൂടിയൊക്കെ. അല്ല പറയാ അതൊക്കെ നല്ലൊരു പറഞ്ഞ് മനസ്സിലാക്കാൻ ആ പഠനം കുട്ടികൾക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ കുട്ടികളൊക്കെ പേച്ച് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്.